നിനക്ക് വേണ്ടി മാത്രം അമ്മ ജീവിക്കുന്നത്. അത് നീ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് അമ്മ വേണ്ട, ചേച്ചി മാത്രം മതി. ചെല്ല്, പോയി അവൾക്കൊപ്പം ജീവിക്കും. അമ്മേ പ്ലീസ്, എനിക്ക് എന്റെ അമ്മ വേണം. ചേച്ചിയോട് ഞാൻ ഒന്നും പറയുന്നില്ല, പോരെ. ഞാൻ എന്റെ ചേച്ചി ചതിച്ചോളാം. ഇതിലൊരു ചതിയുമില്ല. അവള് വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. വീടിന്റെ കടം, നിന്റെ കല്യാണം, എല്ലാത്തിലും അവൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? അമരാവതിയിലെ മഹാറാണിയായപ്പോ അതെല്ലാം അവള് മറന്നു. അവൾക്ക് അവളുടെ കാര്യം മാത്രം. മോളെ, നിന്റെ ഭാവി ഈ അമ്മയ്ക്ക് സുരക്ഷിതമാക്കിയേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇന്ന് അവള് ജീവിക്കുന്നതിനേക്കാളും വലിയ കുടുംബത്തിൽ മരുമകളായി നീ ജീവിക്കുന്നത് ഈ അമ്മയ്ക്ക് കാണണം. പ്രിയമോളെ, ഞാൻ നിന്റെ അമ്മയാ. നിന്റെ ഭാവിക്ക് ദോഷം വരുന്ന ഒരു തീരുമാനവും ഈ അമ്മ എടുക്കില്ല. നിന്റെ മനസ്സ് ഈ അമ്മയ്ക്ക് അറിയാം. അവളോടൊന്നും പറയാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നിന്റെ തീരുമാനം ഞാൻ വിചാരിക്കുന്നത് പോലെ മാത്രമേ നടക്കൂ. ഇരുന്ന് പ്രാർത്ഥിച്ച് പാദപൂജ ചെയ്തോളൂ. ശരി തിരുമേനി. സാക്ഷാൽ ശിവപാർവതിമാർ നേരിട്ടിറങ്ങി വന്ന് പൂജയിൽ പങ്കെടുത്ത പോലെ തന്നെ. എന്റെ കൃഷ്ണ, കണ്ണാ, ഗുരുവായൂരപ്പ.
നിങ്ങളോ? ശ്ശോ. അതെ, ഞാൻ തന്നെ. ഭർത്താവിന്റെ കൂടെ സന്താന സൗഭാഗ്യത്തിന് പൂജ ചെയ്യാൻ വന്നതല്ലേ? നീ എന്താ ഡീക്ക് അങ്ങ് പ്രേമിച്ചു പോയോ? അത് ഈ ജന്മത്തിൽ നടക്കില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. ശരി, എന്നാ പിന്നെ നിന്നെ തിരികെ അമരാവതിയിലേക്ക് വിട്ടത് ഞാനാണെന്ന് DKയോട് പറയാം. താൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ദീപാവലി ദിവസം നിങ്ങൾ എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തു, എന്നെ ടെൻഷൻ അടുപ്പിച്ചു. അതുകൊണ്ട് നഷ്ടപ്പെട്ടത് ഒരു പെൺകുട്ടിയുടെ ജീവിതം, സൂര്യയുടെ. താൻ എന്നെ ടെൻഷൻ അടുപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ രക്ഷിച്ചേനെ. ഇതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തൊന്നുമല്ല, സംഭവിച്ചു പോയതാ. ഒരു കാര്യം ഞാൻ പറയാം, ആ വീട്ടിൽ നിന്നാൽ നിനക്കും എന്തെങ്കിലും സംഭവിക്കും. കഴിയുമെങ്കിൽ എത്രയും വേഗം നീ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. എല്ലാം മംഗളമായിട്ട് വരും, പൂജകളെല്ലാം ഫലിക്കുകയും ചെയ്യും. ശുഭമസ്തു. അല്ല, ജ്യോതി എവിടെ? ആ, എവിടെയെങ്കിലും പായസം വിതരണം ചെയ്യുന്നുണ്ടാവും. വാ മോനെ. എന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ അനുസരിക്കുന്നത്. ഈ പൂജയും കാര്യങ്ങളും ഒക്കെ ഞാൻ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാ. എനിക്ക് സമയം വേണം, എന്നാലേ നിങ്ങൾ പറയുന്ന ലോക്കർ എനിക്ക് എടുത്തു തരാൻ പറ്റുള്ളൂ. എത്ര നാൾ എന്ന് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നിന്റെ അച്ഛൻ അകത്താവും, അത് മറക്കരുത്. നിങ്ങൾ പറയുന്നത് പോലെ ഹിറ്റ്ലർ ഒരു കൊലപാതകിയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ദയവ് ചെയ്ത് അയാളുടെ പേര് പറഞ്ഞ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. ബേട്ടി, അമ്മേ, മോൾ ഇവിടെ ഒന്ന് നിൽക്കുമായിരുന്നോ? അമ്മ എവിടെയല്ല തിരക്കിന്നറിയോ? നീ ഇവിടെ ആരോട് സംസാരിച്ചു? പുറത്തിറങ്ങി നിന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കുകയായിരുന്നു മോള്. അതെ അതെ അതെ. അമ്മേ, ഞാൻ റെസ്റ്റോറന്റിലേക്ക് പോവാ. വാട്ട്? അപ്പൊ ഞങ്ങളോ? ആ, നിങ്ങളൊരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് വയ്ക്കോ. എനിക്ക് 11 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ശരി, ഓക്കെ. നിർബന്ധിച്ച് അമ്പലത്തിൽ കൊണ്ടുവന്നതിന്റെ ദേഷ്യം തീർത്തതാ അമ്മയുടെ മോൻ. എക്സാക്ട്ലി, ഐ നോ. അമ്മ ഒരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാൻ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയി സൂര്യ കണ്ടിട്ട് വരാം. ശരി മോള് വാ. വാ. എന്തിനാ സാർ നമ്മളിങ്ങനെ ഇവരുടെ പിന്നാലെ നടക്കുന്നത്? സാറിന്റെ പവർ വെച്ച് അവളുടെ അച്ഛനെ പിടിച്ചകത്തിട്ട് 2 പൊട്ടിച്ചാ പോരെ? തെളിവ് ഇവിടെ താനെ കൊണ്ടു തരില്ലേ? നോ, തൽക്കാലം നമുക്ക് അവളെ വിശ്വസിക്കുക എന്നത് മാത്രമേ മാർഗമുള്ളൂ. അവൾക്ക് കുറച്ചുകൂടി സമയം കൊടുക്കാം. ജസ്റ്റ് വെയിറ്റ്. ഇങ്ങോട്ട് വരാൻ.
ഇങ്ങോട്ട് വാ നീ. എന്തിനെങ്ങനെ മടിച്ചു പിടിച്ചു വരുന്നേ? എനിക്ക് നല്ല പേടിയുണ്ടമ്മേ. പേടിക്കുന്ന എന്തിനാ? നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും മോഷ്ടിക്കാനോ മറ്റോ വന്നതാണോ? എടി, ഇത് നിന്റെ ചേച്ചിയുടെ വീടാ. ദേ, ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെയും കൂട്ടി ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് അറിയാലോ? എങ്ങനെയെങ്കിലും നീയും അവിനാശം തമ്മിലുള്ള കല്യാണം നടത്തിയേ പറ്റൂ. മനസ്സിലായോ? അതെ, അതിനുവേണ്ടി ഞാനിവിടെ പലതും പറയും ചെയ്യും. മിണ്ടാതെ വായടച്ച് കൂടെ നിന്നോണം. മനസ്സിലായോ നിനക്ക്? ആഹാ, വാട്ട് ഈസ് ദിസ്? ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? കം കം. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കം ഇൻസൈഡ്. അകത്തേക്ക് വരൂ. വായിങ്ങോട്ടും. വരൂ വരൂ വരൂ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? വാട്ട് യു ഗോമിങ് മോളെ? എന്താ പേടിച്ച പോലെ നിൽക്കുന്നത്? അയ്യോ, മുതിർന്നവരെ കണ്ട അവൾക്ക് ഭയങ്കര ബഹുമാനോ, അതുകൊണ്ടാന്നേ. ആ, വെരി ഗുഡ്. മുതിർന്നവരോട് എപ്പോഴും ഒരു ബഹുമാനം ഉണ്ടായിരിക്കും. അയ്യോ പ്രിയമോളെ, മമ്മി, ഇതെന്താ ഒരു വാക്കുപോലും പറയാതെ രണ്ടുപേരും കൂടി പെട്ടെന്ന് ഇങ്ങോട്ട്? അതല്ലേ സർപ്രൈസ് അല്ലേ പ്രിയമോളെ? നിന്നെ വിളിച്ചു പറയാൻ ഞാൻ ഇവളോട് പറഞ്ഞതാ, പക്ഷെ കേക്കണ്ടേ? ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കണം പോലും അല്ലേ പ്രിയമോളെ? അല്ലേ തന്നെ അമരാവതിയിലോട്ട് വരാൻ ഇവരിനി നല്ല സമയം നോക്കണോ? ഇവർക്ക് എപ്പോ വരണം തോന്നുന്നു അപ്പൊ വരാലോ, അല്ലേ? ഓഹോ, അമ്മയും മോളും കൂടി കെട്ടി എഴുന്നള്ളിയിട്ടുണ്ടല്ലോ. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ആ, വന്ന കാര്യം നിൽക്കാതെ ഇരിക്കേ. കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ അതോ കാപ്പിയോ? അതൊക്കെ പതുക്കെ മതി പത്മാവതി അമ്മേ. ഞങ്ങൾ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എന്ത് കാര്യമായാലും നമുക്ക് ശരിയാക്കാം. പ്രിയമോൾക്ക് ഒരു കല്യാണാലോചനയുടെ കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. ആഹാ, കല്യാണാലോചനയായിട്ട് വന്നതാണോ? അതിന് ഈ വീട്ടിൽ ഇനി പയ്യന്മാരും ഇല്ലല്ലോ. ദാ, ഈ ചിത്രയുടെ ചേട്ടൻ അവിനാശ് ഉണ്ടല്ലോ. നിങ്ങൾ എന്താ പറഞ്ഞത്? അമ്മേ, പറഞ്ഞത് കേട്ടില്ലേ? ഇവരേട്ടനുമായി കല്യാണം ആലോചിക്കാൻ വന്നതാണെന്ന്. അയ്യോ, എന്തൊരു തമാശ. ഏട്ടാ, ഏട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? ഇനി ഇതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ? എന്താടി ഇത്? എടി, ആന്റി എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ എന്താ കേട്ടത്? പ്രിയയ്ക്ക് വന്നൊരു കല്യാണത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി നിങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. അല്ലേ ആന്റി? അത് പിന്നെ ഞാൻ പറഞ്ഞത്. ആന്റി ഇനി ഒന്നും പറയണ്ട, എല്ലാം ഞാൻ പറഞ്ഞോളാം. കേട്ടോ അമ്മേ, സംഗതി ഇത്രേ ഉള്ളൂ. ചീട്ടുകളുടെ ദിവസം എന്നെ കണ്ടപ്പോ പ്രിയയ്ക്ക് കല്യാണം ആലോചിക്കുന്ന കാര്യം ആന്റി എന്നോട് പറഞ്ഞിരുന്നു. നല്ല പയ്യന്മാരും വല്ലതും ഉണ്ടെങ്കിൽ പറയണമെന്നും പറഞ്ഞു. നമ്മുടെ സ്റ്റേഷനിൽ ഒരു പുതിയ പ്രൊബേഷണസേ വന്നിട്ടുണ്ട്. എടുക്ക പയ്യനാ. അവന്റെ കാര്യം ആന്റിയോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് എന്നെ കണ്ട് സംസാരിക്കാനാ ആന്റി ഇപ്പൊ വന്നത്, അല്ലേ ആന്റി? അതെ അതെ അതെ. ഇവര് സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്കങ്ങനെ തോന്നിയില്ല. അവിനാശിന് ആലോചനയുമായിട്ട് വന്നതുപോലെയാ ഇവര് സംസാരിച്ചത്. അല്ലെങ്കിൽ ഇവര് തന്നെ പറയട്ടെ.
അത് പിന്നെ മോൻ പറഞ്ഞത് ശരിയാ. ആ നല്ലൊരു ആലോചന നോക്കാൻ ഞാൻ തന്നെയാ പറഞ്ഞത്. രണ്ടാം വിവാഹമാണെങ്കിലും കുഴപ്പമില്ല, ആദ്യ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത ആളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലേ മോനെ? മമ്മി എന്തൊക്കെ പറയുന്നേ? മമ്മി, ഇങ്ങനെ നിസ്സാരമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണോ ഇതൊക്കെ? പയ്യനെ കുറിച്ച് അന്വേഷിക്കണം, സ്വഭാവവും കുടുംബവും നോക്കണം. നേരത്തെ ഒരു കല്യാണം കഴിച്ച പയ്യനെ എന്റെ പ്രിയമോൾക്ക് വേണ്ട. വേണോ പ്രിയമോളെ? ഈ ചേച്ചി ജീവിച്ചിരിക്കുമ്പോ ഒരു രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ലക്ഷക്കണക്കിന് സ്ത്രീധനം കൊടുക്കണം അങ്ങനെ ഒരു പയ്യനെ കിട്ടാൻ. നിന്റെ അച്ഛന്റെ കാര്യം നിനക്കറിയാലോ. ആ, എല്ലാത്തിനും ഞാൻ തന്നെ ഓടി നടക്കണ്ടേ മോളെ? ഡോണ്ട് വറി ആന്റി, പ്രിയയ്ക്ക് നല്ലൊരു ആലോചന ഞാൻ തന്നെ കൊണ്ടുവരും. ആവശ്യത്തിന് തലവേദന ഇപ്പൊ തന്നെ ഉണ്ട്. അതിന്റെ കൂടെ അവിനാശിനി ഇതും കൂടി എടുത്ത് തലയിൽ വെക്കണ്ട. അവിനാശിന് ബ്രോക്കറിന്റെ ജോലിയുണ്ടോ? ഇല്ലല്ലോ. പ്രിയയുടെ കല്യാണക്കാര്യം ഇവരാലോചിച്ചോളൂ. പ്രിയമോളെ ഇങ്ങ് വന്നേ. നാശം പിടിച്ച സ്ത്രീ എല്ലാം കൂടി കോളാക്കിയന്. ഇവന്റെ കള്ളത്തരം എങ്ങനെ പൊളിക്കണമെന്ന് ആശാലതയ്ക്ക് നല്ലതുപോലെ അറിയാം. ചേച്ചി ചേച്ചി എന്താണ് ഇവിടെ നടക്കുന്നേ? അമ്മ പറഞ്ഞത് ചേച്ചിയും കേട്ടതല്ലേ? കേട്ടു. എനിക്ക് അതല്ല അറിയേണ്ടത്. നീയും കൂടെ അറിഞ്ഞിട്ടാണോ അമ്മ ഇതൊക്കെ ഇവിടെ വന്ന് എഴുന്നള്ളിക്കുന്നത്? അയ്യോ ഇല്ല, എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് അമ്മ വാ തുറന്നപ്പോഴല്ലേ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ആ അവിനാശ് ഒരു ഗജ ഫ്രോഡാണെന്ന് നിനക്ക് അറിഞ്ഞൂടടി. നിനക്ക് കല്യാണം ആലോചിക്കാൻ അവനെ തന്നെ ഏൽപ്പിച്ച ഇങ്ങനെ ഇരിക്കും. ഇപ്പോഴും നിന്റെ പിന്നാലെ ഒരു സൈക്കോയെ പോലെ പ്രേമമാണെന്ന് പറഞ്ഞ് നടക്കുന്ന അവൻ നിന്നെ വേറൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ ആലോചന കൊണ്ടുവരൂ. ഇതിനകത്ത് എന്തോ ചതിയുണ്ട്. നിങ്ങളെല്ലാരും എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാ. മമ്മി ഇവിടെ പറയാൻ തുടങ്ങിയത് ഇതല്ല, വേറെന്തോ ആണ്. അതെന്താന്ന് നിനക്കറിയാം. പറയടി, നീയും മമ്മിയും അവനും ചേർന്ന് ഒളിച്ചു വെക്കുന്നത് എന്താ? എനിക്കറിയില്ല ചേച്ചി. ഇവിടെ വരുന്നവരെ അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചേച്ചിയോട് കള്ളം പറയുന്നു ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എന്നോട് കള്ളം പറയാൻ നിനക്ക് പറ്റില്ല, അതെനിക്കറിയാം. പക്ഷെ സത്യം അത് നീ എന്നോട് പറയാതിരിക്കരുത്. നിനക്ക് ചുറ്റും ഒരു വലിയ ചതിയുടെ കളിക്കളം ഒരുങ്ങുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ആര് പറയുന്നതും വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങരുത്, വിശ്വസിക്കരുത് ആരെ.